ഒടുവിൽ ടി.ജി. മോഹൻദാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. വിദ്വേഷ പരാമർശ കേസിലാണ് എഫ്ഐആർ ഇട്ട 11ാം ദിവസം ഇപ്പോൾ ടി.ജി. മോഹൻദാസിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ഒരു മണിക്കൂറായി വീട്ടിലെത്തി. മട്ടാഞ്ചേരിയിലെ ടി.ജി. മോഹൻദാസിന്റെ വീട്ടിലെത്തി അന്വേഷണ സംഘം അദ്ദേഹത്തിന് മൊഴിയെടുക്കുന്നുണ്ടായിരുന്നു, ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. ആ ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഇപ്പോൾ ടി.ജി. മോഹൻദാസിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ആര്യ വിനോദ് വിവരങ്ങൾ നൽകും. ആര്യ, കസ്റ്റഡിയിലെടുത്തോ ടി.ജിയെ? എന്താണ് വിവരങ്ങൾ? ഇപ്പോൾ ടി.ജി. മോഹൻദാസിനെ കസ്റ്റഡിയിലെടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. നേരത്തെ തന്നെ സൂചനകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. 11 ദിവസമായി കേസെടുത്ത് അതിനുശേഷം ഇപ്പോൾ ഈ ഒരു മണിക്കൂറുകളിലാണ് അതിന്റെ ബാക്കി നീക്കങ്ങളൊക്കെ നടക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ തന്നെ യാതൊരു നടപടിയും ഇതിൽ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് പെട്ടെന്ന് ഇന്ന് രാവിലെ കസ്റ്റഡിയെടുക്കുന്ന നടപടികളിലേക്ക് കടക്കുന്നു. പിന്നീട് വൈകുന്നേരത്തോട് 5 മണിയോടുകൂടി തന്നെ തിരുവനന്തപുരത്തെ സൈബർ പോലീസ് ഇവിടെ എറണാകുളം മട്ടാഞ്ചേരിയിലെ വീട്ടിലേക്ക് എത്തുന്നു. ഉടനെ ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടക്കുന്നു. ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. അങ്ങനെ ഇപ്പോൾ പുറത്തുവരുന്ന വിവരമനുസരിച്ച് അദ്ദേഹത്തെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. നിരവധി പരാതികളായിരുന്നു ടി.ജി. മോഹൻദാസിനെതിരെ കൊടുത്തിരുന്നത്. ഡിവൈഎഫ്ഐ, എസ്എഫ്ഐ പോലുള്ള സംഘടനകൾ നിരവധി പരാതികൾ നൽകിയിരുന്നു. പുറമെ നിന്നും നിരവധി പരാതികൾ നൽകുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഡൽഹിയിലുണ്ടായ ജന്തർ മന്ദറിലുണ്ടായ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനെതിരെ വിദ്വേഷ പരാമർശം നടത്തിയതിനാണ് ഇപ്പോൾ ടി.ജി. മോഹൻദാസിനെതിരെ നേരത്തെ കേസെടുക്കുന്നൊരു സാഹചര്യമുണ്ടായത്. അതിൽ തന്നെ നിരവധി പരാതികളും ഉയർന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. എന്നിരുന്നാലും കേസെടുത്തതിനെ തുടർന്ന് വേറെ മറ്റ് നടപടികളൊന്നും സ്വീകരിക്കാത്തൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ 11ാം ദിവസമാണ് ഇപ്പോൾ സൈബർ പോലീസ് ഇവിടെ എത്തുകയും കസ്റ്റഡിയിലെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത്. കലാപാഹ്വാനം, സ്ത്രീകളെ അപമാനിക്കൽ, വ്യക്തി അധിക്ഷേപം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമായിരുന്നു ഇവർക്കെതിരെ കേസെടുത്തിരുന്നത്.